Dear students, welcome to second chapter plus 2 inverse trigonometric function. നിങ്ങൾ പ്ലസ് വണ്ണിലുള്ള ട്രിഗോമെട്രീൻ്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്കിൽ ഇത് ഒന്നും കൂടി നിങ്ങൾ എക്സാമിന് മുമ്പ് ആ ചാപ്റ്റർ ഒരു തവണ കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് പ്ലസ് വണ്ണിലുള്ള ആ ട്രിഗോമെട്രി എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ക്ലിയർ ആയി ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിലുള്ള പല പ്രോബ്ലങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും എക്സാമിന് ചാൻസ് ഉള്ളത്, ഇപ്രാവശ്യം എക്സാമിന് ചാൻസ് ഉള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന് സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്താണ്? സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഇതിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ കാണാൻ പഠിക്കണം. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഈസ് തീറ്റ. ഇതേപോലെ തന്നെയാണ് കോസിന്റെ കേസിലും വരുന്നത്. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ, അതും തീറ്റയാണ് വരുന്നത്. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. Then tan inverse tan theta, tan inverse tan theta is theta. Then cot inverse cot theta, cot inverse cot theta is theta. Cot inverse cot theta is theta. Then sec inverse sec theta is sec theta. Sec inverse sec theta is theta. Then cosec inverse cosec theta, cosec inverse cosec theta is theta. ഇനി ഈ ഒരു കാര്യങ്ങൾ വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എക്സസൈസ് 2.2 ഉള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെയുള്ളത്? സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ഈസ് തീറ്റ, കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ ഈസ് തീറ്റ, ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ഈസ് തീറ്റ. അതായത് ട്രിഗോമെട്രിയുടെ അതിനുള്ളിൽ ഇൻവേഴ്സിനുള്ള അതെന്ന് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? തീറ്റ കിട്ടുന്നത്. ഇനി എക്സസൈസ് 2.2 ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എക്സസൈസ് 2.2 കേട്ടോ. എക്സസൈസ് 2.2 ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. പ്രൂവ് ദാറ്റ് 3 sin inverse x 3 sin inverse x is equal to sin inverse 3x minus 4x cube. sin inverse 3x minus 4x cube. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു കാര്യം നമ്മൾ ഓർമ്മിച്ച് വെക്കണം. നിങ്ങൾ ഇങ്ങനെ സംഭവം പഠിച്ചിട്ടുണ്ടായിരിക്കും പ്ലസ് വണ്ണില്. sin 3 തീറ്റ എന്തായിരുന്നു? sin 3 തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റ. ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. sin 3 തീറ്റ എന്നുള്ളത് എന്താ? sin 3 തീറ്റ എന്താണ്? 3 sin theta minus 4 sin cube theta. അപ്പോൾ നിങ്ങൾ LHS നിന്ന് RHS എത്തിക്കുക, അല്ലെങ്കിൽ RHS നിന്ന് LHS എത്തിക്കുക. നമ്മൾ ഏറ്റവും നല്ലത് RHS നിന്ന് LHS ലേക്ക് എത്തിക്കലാണ്. RHS എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എന്താണ്? ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എന്താ? sin inverse 3x minus 4x cube. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്? sin inverseന്റെ ഉള്ളിൽ സൈൻ വരുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ സൈൻ ഇൻവേഴ്സിനുള്ള സൈൻ വരുത്തുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സ് നമ്മൾ സൈൻ തീറ്റ എന്ന് ഓർത്താൽ മതി. പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. എക്സിന് നമ്മൾ സൈൻ തീറ്റ എന്നുള്ള വാല്യൂ കൊടുക്കും. പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പൊ തീറ്റ എന്തായിരിക്കും? വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പോ നിങ്ങൾക്ക് എന്താ പറയാ? 1/2 ഈസ് ഈക്വൽ ടു സൈൻ 30. അപ്പൊ നമുക്ക് എന്താ പറയാ? സൈൻ ഇൻവേഴ്സ് 1/2 എന്നുള്ളത് നമുക്ക് എത്ര പറയാൻ പറ്റും? 30 എന്ന് പറയാൻ പറ്റും. ഏകദേശം ഇതേ മെത്തേഡില്ലേ? ഈ മെത്തേഡിനാണ് നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ x ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് കൊടുത്തു. എക്സ് കാണുന്നത് നമ്മൾ എന്താ ഓർക്കേണ്ടത്? സൈൻ തീറ്റ കൊടുക്കും. അപ്പോൾ തീറ്റ എന്നുള്ളത് എന്താണ്? തീറ്റ എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ്. ആ കാര്യം ഓർമ്മയ്ക്ക് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും. അതായത് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ അവിടെ നമ്മൾ ഓർക്കുന്നത് സൈൻ തീറ്റ ആണ് കേട്ടോ. 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. എന്താണ് സാധനം? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. നമ്മൾ പറഞ്ഞു ഇത് എത്രയാണെന്ന്? ആക്ച്വലി സൈൻ തീറ്റയാണ്. സോ എന്തായി മാറി? സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ എന്ന് നോക്കും. സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്താ? സൈനിന്റെ സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ സൈനിന്റെ ആംഗിൾ വന്ന അതേ ആംഗിൾ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താണത്? 3 തീറ്റ. സോ വാട്ട് ഈസ് ആൻസർ? 3 തീറ്റ. നമുക്ക് 3 തീറ്റ എന്ന് കിട്ടും. നമുക്ക് 3 തീറ്റ ആണോ ആൻസർ? അല്ല. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? തീറ്റ എന്നുള്ളത് എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതല്ലേ RHS? സോ നമ്മൾ LHS സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തി? RHS ലേക്ക് എത്തി. therefore എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ഒരു തവണ കൂടി നിങ്ങൾ എഴുതണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചത്? ഒന്ന്, സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും? തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെന്താ നമ്മൾ നോക്കിയത്? സൈൻ 3 തീറ്റ എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സിന്റെ പ്ലേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിന്റെ പ്ലേസിൽ സൈൻ തീറ്റ കൊടുക്കണം. നമ്മൾ എഴുതും പുട്ട് എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. സോ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്നുള്ളത് എന്താണ്? തീറ്റ എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. then prove that question ആണ്. 3 cos inverse x 3 cos inverse x is equal to cos inverse 4x cube minus 3x. x belongs to closed interval 1/2 to ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ
RHS സ്റ്റാർട്ട് ചെയ്യും. RHS സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് RHS എന്താണത്? കോസ് ഇൻവേഴ്സ് 4x³ മൈനസ് 3x. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പുട്ട് x ഈക്വൽ ടു കോസ് തീറ്റ. x കോസ് തീറ്റ ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് x. പുട്ട് x ഈക്വൽ ടു കോസ് തീറ്റ, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് x. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. നമ്മൾ സൈൻ തീറ്റ നോക്കി അല്ലേ? സൈൻ 3 തീറ്റ എന്തായിരുന്നു? സൈൻ 3 തീറ്റ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്നുള്ളത്. ഇവിടെ എന്താ വരുന്നത്? 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. ഇത് എന്തിന് ഈക്വൽ ആണ്? 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ എന്നുള്ളത് സൈൻ 3 കോസ് 3 തീറ്റയ്ക്ക് ഈക്വൽ ആണ്. കോസ് 3 തീറ്റയ്ക്കാണ് ഈക്വൽ. എന്തിന് ഈക്വൽ? 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. മാറി പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ്റെ കോസിന്റെ മാറുന്നത്. സൈൻ 3 തീറ്റ എന്താണ്? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. നേരെ തിരിച്ചെഴുതും 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. That is cos inverse cos 3 theta. That is cos inverse cos എന്താണ് വരിക? ആ വാല്യൂ മാത്രം എഴുതിയാൽ മതി. That is 3 theta. തീറ്റ എന്നുള്ളത് എന്തായിരുന്നു? തീറ്റ എന്നുള്ളത് cos inverse x ആണ്. That is 3 തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? cos inverse x എന്ന് എഴുതും. സോ നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എത്തിച്ചു. സോ ഇതെന്തായി? പ്രൂവ് ആയി. ഓക്കെ, വെരി സിമ്പിൾ ആണ്. കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിൽ കോസ് ആക്കും, സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്താക്കും? സൈൻ ആക്കും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിഗോണോമെട്രി പ്രോപ്പർട്ടി എന്താണ്? ഇതാണ്. Tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus xy. ഈ ഒരു കാര്യമാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ടോ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus xy എന്ന പ്രോപ്പർട്ടിയാണ്. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? തേർഡ് ക്വസ്റ്റ്യൻ ആണ് എക്സസൈസിലുള്ള. tan inverse 2/11 plus tan inverse 7/24 is equal to tan inverse 1/2. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എത്തിക്കണം. ഈ കാര്യത്തിൽ നമ്മൾ എത്തിക്കണം, ഇങ്ങോട്ട് എത്തിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ x equal to put x equal to 2/11 എന്നും y is equal to നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 7/24 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ മോഡൽ? tan inverse x plus tan inverse y ആണ്. tan inverse x plus tan inverse y യുടെ പ്രോപ്പർട്ടിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? tan inverse x plus y by divided by 1 minus xy. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? That is ഇതിന്റെ വാല്യൂ tan inverse 2/11 plus tan inverse 7/24 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് tan inverse x plus y എന്ന് പറയുന്നത് ആഡ് ചെയ്യേണ്ടത് 2/11 plus 7/24 എന്ന് കിട്ടണം അല്ലേ? താഴെ എന്താ കിട്ടേണ്ടത്? 1 minus x into y. x into y ഏതൊക്കെയാ വരിക? 2/11 into 7/24 ഇങ്ങനെ കിട്ടും. നമുക്ക് മുകളിൽ നോക്കാം. മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യണം അല്ലേ? സോ tan inverse 2 into 24 48 plus 7 into 11 77 divided by 11 into 24 4 6 264. ഇനി താഴെ എന്തായിരിക്കാം? താഴെ ഉണ്ടായിരിക്കുന്നത് 1 minus 2 into 7 14 11 into 24 264. അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 264 minus 14/264. ഈ 264 ഈ 264 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തായിരിക്കും? ഇപ്പോൾ ഇവിടെ tan inverse ഇത് രണ്ടും ആഡ് ചെയ്ത് 48 77 ആഡ് ചെയ്യുക. 4 8 plus 7 5 റിമൈൻഡർ 1 8 12 125. താഴെ നമുക്ക് എത്ര കിട്ടുന്നത്? മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 250 കിട്ടും അല്ലേ? 250 കിട്ടും. സോ tan inverse 125 divided by 250. 125 ന്റെ ഡബിൾ അല്ലേ 250. സോ യു വിൽ ഗെറ്റ് ആൻസർ ആസ് tan inverse 1/2. നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് എത്തിച്ചു. അപ്പോൾ ഏത് പ്രോപ്പർട്ടി നമ്മളോട് യൂസ് ചെയ്ത് ഓരോ പ്രോപ്പർട്ടി ഞാൻ സെപ്പറേറ്റ് പഠിപ്പിക്കുന്നില്ല. ഈ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. അതായത് മനസ്സിൽ നിൽക്കാൻ എളുപ്പമുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി. എന്തൊക്കെയായിരുന്നു? സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ തീറ്റ, കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ തീറ്റ, അടുത്തത് സൈൻ 3 തീറ്റ നോക്കി, പിന്നെ കോസ് 3 തീറ്റ നോക്കി. ഇപ്പൊ നമ്മളെന്ത് നോക്കുന്നത്? tan inverse x plus tan inverse y എന്തിന് ഈക്വൽ ആണ്? tan inverse x plus y divided by 1 minus xy എന്നതിലേക്ക് ഈക്വൽ ആണ്. സോ യു വിൽ ഗെറ്റ് tan inverse 1/2. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് ടാനിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ തൊട്ടുമുതൽ നോക്കിയത് tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus xy. അടുത്ത നമുക്ക് നോക്കാനുള്ളത് 2 tan inverse x ആണ്. 2 tan inverse x എന്തിന് ഈക്വൽ ആണ്? tan inverse 2x by 1 minus x2. നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കും ഒരുപാട് പഠിക്കാനുണ്ട്. ഇല്ല, പ്രോബ്ലം വെച്ച് ചെയ്യുക. ഓരോരോ പ്രോബ്ലം ചെയ്യുക, അതിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾ ചെയ്യുക, അത് എഴുതി പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ടായിരിക്കുള്ളൂ.
സോ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തത്? ഒന്ന് 2 tan inverse x എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? tan inverse 2x divided by 1 minus x square. രണ്ടാമത് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus xy. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് 2 tan inverse 1/2 plus tan inverse 1/7. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തേണ്ടത് tan inverse 31/70 എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിന്റെ ആദ്യം തന്നെ ഈ ഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും 2 tan inverse 1/2. ഇത് എന്തിന് ഈക്വൽ ആണ്? ഈ ഒരു കാര്യം ഇതിന് ഈക്വൽ ആണ് അല്ലേ? ഏത് 2 tan inverse x equal tan inverse 2x by 1 minus x square ന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനെ ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിനെ 2 tan inverse 1/2 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. tan inverse 2x എന്നാണ്. x ന് പകരം എന്താണ്? 1/2 ആണ്. 2 into 1/2 by 1 minus x square. 1/2 ന്റെ സ്ക്വയർ. അതായത് നമുക്ക് എത്ര കിട്ടാം? ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും tan inverse this 2 and 2 cancel. 1 is remaining here. 1 minus 1/4. What is 1 minus 1/4? 1 നിന്ന് 1/4 പോയ ബാക്കി എത്ര ഉണ്ടായിരിക്കും? സ്വാഭാവികമായിട്ടും 3/4 ഉണ്ടായിരിക്കും അല്ലേ? So 3/4 ഉണ്ടായിരിക്കും. So ഇവിടെ you will get tan inverse 1 divided by 3/4. tan inverse 1 divided by 3/4. 3/4 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ നമ്മൾ മേലേക്ക് എടുക്കും. അതിന്റെ റെസിപ്രോക്കൽ മേലേക്ക് നമുക്ക് എത്ര കിട്ടുക? 4/3. That is tan inverse 4/3 എന്ന് കിട്ടും. ഈ ബാക്കിയുള്ളതൊന്നും നിങ്ങൾ ഇപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട, ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതുക. tan inverse 1/7. ഇവിടെ നമുക്ക് കിട്ടുന്നത് tan inverse 1/7 തന്നെയാണ്. കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഇവിടെ. Again tan inverse 1/7 and here's tan inverse 1/7. So what is now? tan inverse 4/3 plus tan inverse 1/7. ഇത് പേര് പ്രോപ്പർട്ടിക്ക് ഈക്വൽ ആയത് tan inverse x plus tan inverse y ക്ക് ഈക്വൽ ആയത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യം 2 tan inverse വന്നതുകൊണ്ട് നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്? 2 tan inverse x equal to tan 2x by 1 minus x square എന്നുള്ള ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഏത് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിന്. പിന്നെ പ്ലസിന് ശേഷം വരുന്ന യാതൊരു ചേഞ്ചും ഇല്ല. നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യന്റെ മോഡലിലേക്ക് എത്തി അല്ലേ? tan inverse x plus tan inverse y. ഇതാണ് x ന് പകരം കേട്ടോ. ഇതാണ് x ന് പകരമുള്ളത്. ഇതാണ് നമുക്ക് എന്ത് പറഞ്ഞാൽ ഇപ്പോൾ y ന് പകരമുള്ളത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് എഴുതാൻ പറ്റുക? ഇതിന് പകരം നമ്മൾ എഴുതുന്നത് tan inverse x plus y by 1 minus xy. That is tan inverse x plus y. ഈ 4/3 ഉം 1/7 ആഡ് ചെയ്യണം. 4/3 plus 1/7 divided by 1 minus xy. That is 1 minus x. X എത്രയാണ്? 4/3 into y. What is y? 1/7. That is tan inverse 4/3 plus 1/7 all divided by 1 minus 4/3 into 1/7. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? tan inverse cross and multiply. 4 into 7 28. 3 into 1 3 divided by 21. Carry 3 into 7 21 ആണ്. That is 1 minus 4/21. Right? That is tan inverse numerator 28 plus 1, that is 31 divided by 21. Denominator 1 into 21 21. 21 എന്ന് 4 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 17 കിട്ടും. 17 divided by 21. അപ്പോൾ നിങ്ങൾ നോക്കിയേ ഏതൊക്കെയാണ് ഡിനോമിനേറ്ററിൽ സെയിം ആയി വന്നിട്ടുള്ള? ഡിനോമിനേറ്ററിൽ സെയിം ആയി വന്നിട്ടുള്ള 21 ഉം ഇവിടുത്തെ 21 ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടായിരിക്കാം? നമുക്ക് ഉണ്ടായിരിക്കാം tan inverse 31/17. അതന്നെയല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? tan inverse 31/17. Hope it's clear. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2 tan inverse x, പിന്നെ അടുത്തത് tan inverse x plus tan inverse y. ഒന്നായിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ 10th മുതൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും പ്ലസ് 1ത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ഓർമ്മിക്കണമായിട്ട്. എന്നുള്ളത് sec square theta minus tan square theta 1 ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? sec square theta minus tan square theta is equal to 1. അപ്പോൾ ഈ മൈനസ് tan square theta അങ്ങോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? what is sec square theta? sec square theta is equal to 1 plus tan square theta. ഇപ്പൊ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 1 minus cos theta. 1 minus cos theta എന്തിന് ഈക്വൽ ആണ്? 2 sin square theta by 2. 1 minus cos theta എന്തിന് ഈക്വൽ ആണ്? 2 sin square theta by 2. അടുത്തത് sin theta ചെയ്യാനുള്ളതാണ് 2 sin theta by 2 cos theta by 2. ഇതൊക്കെ പഠിക്കണം കേട്ടോ. 1 minus cos theta എന്താണ്? 2 sin square theta by 2. നെക്സ്റ്റ് sin theta എന്നുള്ളത് എന്താ? 2 sin theta by 2 cos theta by 2. ഇനി നമ്മൾ പ്രോബ്ലം നോക്കാം. നമുക്ക് tan inverse 1 plus x square minus 1 by x where x not equal to 0 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് put x equal to tan theta. x നിങ്ങൾ tan theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x equal to tan theta. x ന് tan theta കൊടുത്താൽ എന്തായി മാറുന്നത്? tan inverse
റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ, എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ ടാൻ തീറ്റ. ഇങ്ങനെ what is 1 plus tan square theta? അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. what is 1 plus tan square theta? sec square theta, that is tan inverse root of sec square theta minus 1 by tan theta. ഇനി റൂട്ടിന്റെ ഉള്ളിൽ സ്ക്വയർ വന്നാൽ ആ റൂട്ട് പോവില്ലേ അല്ലേ, റൂട്ട് പോവും, ഉള്ളിൽ എന്തെയും സ്ക്വയർ പോലെ. റൂട്ട് ഓഫ് sec square theta പറഞ്ഞാൽ വെറും നമുക്ക് എന്താ കിട്ടുക, sec theta കിട്ടും. that is tan inverse root sec square theta is sec theta, sec theta minus 1 by tan theta എന്നായി മാറി. ഈ പ്രോബ്ലം ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, നിങ്ങൾ ഈ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും പഠിക്കണം. പ്രോപ്പർട്ടീസ് പഠിക്കാൻ നമുക്കത് എളുപ്പമാവില്ല, വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റ എന്താണ്, 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2, സൈൻ തീറ്റ എന്താണ്, 2 സൈൻ തീറ്റ ബൈ 2, കോസ് തീറ്റ ബൈ 2. ഓക്കെ, അപ്പോൾ സീക് തീറ്റ മൈനസ് 1 ബൈ ടാൻ തീറ്റ. ഇതിൽ കാര്യമില്ല, കാരണം നമുക്ക് ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ ടാൻ തന്നെ വരണം, എന്നാലും നമുക്ക് ആൻസർ എത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റാം. ഈ സീക്ക് എന്ന് പറഞ്ഞാൽ എന്തിന്റെ റെസിപ്രോക്കലാണ്? സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കലാണ്. 1 ബൈ കോസ് ആണ് സീക്ക്. 1 ബൈ കോസിനെയാണ് നമ്മൾ എന്താ പറയാ, സീക്ക് എന്ന് പറയാം അല്ലെ. 1 ബൈ കോസ് തീറ്റയാണ് സീക്ക് തീറ്റ. സീക്ക് കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക്. അപ്പൊ ഈ സീക്ക് തീറ്റയ്ക്ക് പകരം നമുക്ക് കൊടുക്കാൻ പറ്റും 1 ബൈ കോസ് തീറ്റ. ഇനി ഈ ടാൻ തീറ്റ നമുക്ക് എങ്ങനെ സൈനും കോസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താൽ പറ്റുക? ടാൻ തീറ്റ എന്നുള്ളത് സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ കിട്ടും. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ. ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് സീക് തീറ്റയ്ക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് എന്താണ്, 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ ടാൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ബാക്കി ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 1 into cos തീറ്റ കോസ് തീറ്റ. ദാറ്റ്സ് യു വിൽ ഗെറ്റ് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ. താഴെ കോസ് തീറ്റ ഉണ്ട്. ഇനി അതിന് താഴെ ഇവിടെ എന്താണുള്ളത്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോയി. കോസ് തീറ്റയും കട്ട് ചെയ്ത് പോകും. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ബാക്കി എന്തായിരിക്കും, നമുക്ക് ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. നമ്മൾ ഇത് ചെയ്യാനുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ 1 മൈനസ് കോസ് തീറ്റ, 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്താ, 2 sin theta by 2 cos theta by 2. 2 sin theta by 2 cos theta by 2. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്യും. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഉള്ള ഒരു സൈൻ സ്ക്വയറും താഴെയുള്ള ഒരു സൈൻ തീറ്റയും കട്ട് ചെയ്ത് പോകും. 2ഉം 2ഉം പോകും. ബാക്കി എന്തൊക്കെ ഉണ്ടായിരിക്കും മുകളിൽ? ബാക്കി മുകളിൽ ഉണ്ടായിരിക്കുക ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2. താഴെ ഉണ്ടായിരിക്കുക കോസ് തീറ്റ ബൈ 2. എന്താണ് സൈൻ ഡിവൈഡ് ബൈ കോസ്? സൈൻ ബൈ കോസ് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ. അപ്പൊ സൈൻ തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ 2. ഈ തീറ്റയ്ക്ക് പകരം എന്ത് വന്നാലും അത് ഇവിടെ വരില്ലേ. അപ്പൊ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 നമുക്ക് എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ്. പുറത്തുള്ള ടാൻ ഇൻവേഴ്സ്, ഉള്ളിൽ എന്താ കിട്ടുക, ടാൻ തീറ്റ ബൈ 2. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്താ, തീറ്റ. സോ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ ബൈ 2 ഈസ് തീറ്റ ബൈ 2. തീറ്റ എന്നുള്ളത് എന്തായിരുന്നു, x ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ നമുക്ക് തീറ്റ നമുക്ക് എഴുതാൻ പറ്റുക തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x. അപ്പൊ നമ്മൾ തീറ്റയ്ക്ക് പകരം എഴുതി ടാൻ ഇൻവേഴ്സ് x divided by 2. That is 1 by 2 tan inverse x. So the answer is 1 by 2 tan inverse x. ഇതാണ് കിട്ടുന്ന ആൻസർ. Question tan inverse 1 divided by root of x square minus 1. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, put x equal to sec theta നോക്കുക. x equal to sec theta. x ന് sec theta കൊടുക്കുക. എന്തുകൊണ്ടാണ് sec theta കൊടുക്കാൻ കാരണം നോക്കുക. നമുക്കൊരു ഐഡന്റിറ്റി അറിയാം, sec square theta minus tan square theta എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്, 1 ന് ഈക്വൽ ആണ്. അപ്പൊ sec square theta minus 1 എന്തായിരിക്കും, ഈ പോസിറ്റീവ് 1 ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടും sec square theta minus 1 എന്നുള്ളത് എന്തായിരിക്കും, ഈ tan square theta അങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് tan square theta. സോ sec square theta minus 1 എന്തിന് ഈക്വൽ ആയിരിക്കും, tan square theta ക്ക് ഈക്വൽ ആയിരിക്കും. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് tan inverse 1 divided by root of sec square theta. x square എന്ന് പറയാൻ കൊടുത്തു sec square theta minus 1. What is root sec square theta minus 1? Root sec square theta minus 1 is tan square theta. So next step നമുക്ക് എഴുതാൻ പറ്റും tan inverse 1 divided by root of tan square theta. What is root of tan square theta? റൂട്ടിന്റെ ഉള്ള സ്ക്വയർ എന്ത് ചെയ്യും, ആ റൂട്ട് പോകും അല്ലെ. സ്ക്വയർ പോയിട്ട് ബാക്കി എന്തായിരിക്കും, നമുക്ക് tan inverse 1 by tan theta എന്ന് കിട്ടും. tan inverse 1 by tan theta. tan ന്റെ റെസിപ്രോക്കൽ എന്താ, what is 1 by tan? 1 by tan എന്നുള്ളത് കോട്ടിന് ഈക്വൽ ആണ്. 1 by tan is കോട്ട്
1 by tan നമുക്ക് കോട്ട് എന്നാണ് പറയാം. സോ നമുക്ക് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ tan ഇൻവേഴ്സ് കോട്ട് തീറ്റ. നമുക്ക് എന്താ വേണ്ടത്? ടാൻ്റെ ഉള്ളിൽ ടാൻ തന്നെ വേണം. അപ്പോൾ നമുക്ക് എന്താണ് കോട്ടാണ് നമുക്ക്. ഇനി നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാക്കും കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാക്കും. അതെന്തൊക്കെയാണ് കോംപ്ലിമെന്ററി ആംഗിൾ? സൈൻ 90 മൈനസ് തീറ്റ എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ഇനി നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാലോ കോസ് 90 മൈനസ് തീറ്റ എന്തിന് ഈക്വൽ? കോസ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു ടാൻ സൈൻ തീറ്റ. അടുത്തത് ടാൻ 90 മൈനസ് തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ എന്തിന് ഈക്വൽ ആണ്? കോട്ട് തീറ്റ അല്ലെ? കോട്ട് തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അതേപോലെ കോട്ട് 90 മൈനസ് തീറ്റ എന്നുള്ളത് ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. പിന്നെ കൊസീക്കും സീക്കും. സീക്ക് 90 മൈനസ് തീറ്റ കൊസീക്ക് തീറ്റ. സീക്ക് 90 മൈനസ് തീറ്റ ഈസ് കൊസീക്ക്. കൊസീക്ക് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് തീറ്റ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ കോട്ട് തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താ എഴുതാൻ പറ്റുക? കോട്ട് തീറ്റയ്ക്ക് പകരം ടാൻ 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. ഈ കോട്ട് തീറ്റയ്ക്ക് പകരം ടാൻ 90 മൈനസ് തീറ്റ. 90ക്ക് എഴുതാൻ പറ്റും നമുക്ക് പൈ ബൈ 2 എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് പൈ. കോട്ട് തീറ്റയ്ക്ക് പകരം ഞാൻ എഴുതുകയാണ് ടാൻ 90 മൈനസ് തീറ്റ പൈ ബൈ 2 മൈനസ് തീറ്റ. ഓക്കെ, ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ടാൻ വന്നു. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്താണ്? തീറ്റയാണ്. സോ ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ 2 മൈനസ് തീറ്റ ഈസ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് കിട്ടി നമുക്ക് ആൻസർ. ഈ തീറ്റ എന്നുള്ളത് എന്തായിരുന്നു? x ഈക്വൽ ടു സീക്ക് തീറ്റ. അപ്പൊ തീറ്റ എന്നുള്ളത് എന്താ വരിക? തീറ്റ ഈസ് സീക്ക് ഇൻവേഴ്സ് x എന്ന് വരും. സോ യു വിൽ ഗെറ്റ് പൈ ബൈ 2 മൈനസ് സീക്ക് ഇൻവേഴ്സ് x. പൈ ബൈ 2 മൈനസ് സീക്ക് ഇൻവേഴ്സ് x. Hope it's clear? Okay, next. Okay, next is seventh question. Seventh question, tan inverse root of 1 minus cos x by 1 plus cos x. 1 minus cos x by 1 plus cos x where x is less than pi. ഇതായിരുന്നു. നമ്മൾ രണ്ട് ഐഡന്റിറ്റികൾ നമ്മൾ അറിയണം. ഒന്ന് 1 മൈനസ് കോസ് തീറ്റ എന്താ, അടുത്തത് 1 പ്ലസ് കോസ് തീറ്റ എന്താ. 1 മൈനസ് കോസ് തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി 1 പ്ലസ് ആകുമ്പോൾ എന്താ വരിക? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പൊ എന്തൊക്കെ നമുക്ക് അറിയേണ്ടത്? 1 മൈനസ് കോസ് തീറ്റ എന്താ അറിയണം, 1 പ്ലസ് കോസ് തീറ്റ എന്താ അറിയണം. 1 മൈനസ് കോസ് തീറ്റ പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ തീറ്റ എല്ലാം എക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടും 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കൊടുക്കാം? 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഇവിടെ തീറ്റയ്ക്ക് പകരം എക്സ്. ദാറ്റ് ഈസ് tan inverse root of 2 sin square x by 2 divided by 2 cos square x by 2. 2 sin square x by 2 divided by 2 cos square x by 2. 1 plus cos x പറഞ്ഞാൽ 2 cos square x by 2. 2 പോകും. ബാക്കി റൂട്ട് ഓഫ് ഇല്ലേ? റൂട്ട് ഓഫ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ആ സ്ക്വയറും പോകും. സ്ക്വയറും പോയി കഴിഞ്ഞാൽ ബാക്കി എന്താക്കി നമുക്ക് tan inverse sin x by 2 divided by cos x by 2. What is sin by cos? Sin by cos is tan. So you will get tan inverse tan x by 2. Tan inverse tan x by 2. What is tan inverse tan theta? Theta. So tan inverse tan x by 2 is equal to what? X by 2. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം. ഒന്ന് 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. രണ്ട് 1 പ്ലസ് കോസ് തീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ജസ്റ്റ് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് വാല്യൂ കിട്ടും. എക്സ് ബൈ 2 എന്നുള്ളത് വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 നിങ്ങൾക്ക് കിട്ടുന്നത് tan ഇൻവേഴ്സ് cos x minus sin x divided by cos x plus sin x. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ആ ഐഡന്റിറ്റി ഇതാണ് tan a minus b. എന്താ പറയുക? tan a minus b എന്ന് കിട്ടുന്നത് tan a minus tan b divided by 1 plus tan a tan b. ഇതാണ് നിങ്ങളുടെ മനസ്സിലുണ്ട്. tan a minus b is equal to what? tan a minus tan b divided by 1 plus tan a tan b. വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയോ? ടാനിന്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് 1 കിട്ടുക? ടാൻ ഏത് വാല്യൂവിനാണ് 1 കിട്ടുക? ടാൻ 45 ആണ് 1 കിട്ടുക. 45 എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ടാൻ 45 ആണ് നമുക്ക് 1 കിട്ടുക. 45 നമുക്ക് എഴുതാൻ പറ്റും 5 divided by 4. നമുക്ക് 180 divided by 4 എത്ര നിങ്ങൾക്ക് കിട്ടുക? 45 ആയിരിക്കും. സോ tan 45 by 4 എന്നുള്ളത് നമുക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 ന് ഈക്വൽ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ ആൻസർ എത്തിക്കണ്ടേ, നമുക്ക് എന്ത് വേണം, ടാനിന്റെ ഉള്ളിൽ ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ ടാൻ എന്ന് എത്തിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലുള്ള ഓരോ ടേമിനെ നിങ്ങൾ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഉള്ളിലുള്ള ഓരോ ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ടാൻ ഇൻവേഴ്സ്, ഓരോ ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ കോസ് എക്സ്, അതിന് നിങ്ങൾ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൈനസ് സൈൻ എക്സ്, തീറ്റ അല്ല സോറി എക്സ് ആണ്, സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്. Again denominatoril cos x by cos x and here sin x by cos x. ഇത്രയും കാര്യങ്ങൾ ചെയ്തു അല്ലേ. സോ വാട്ട് ഈസ് cos by cos? cos by cos എന്നുള്ളത് 1 ആണ്. sin by cos എന്താ? sin by cos എന്നുള്ളത് tan ആണ്. sin by cos എന്നുള്ളത് tan ആണ് ട്ടോ. sin theta by cos theta tan theta. So sin x by cos x എന്താ നമുക്ക് വരിക, tan x എന്ന് കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, that is tan inverse. ഇവിടെ നമുക്ക് കിട്ടുന്നത് cos by cos 1 minus tan x divided by 1 plus tan x. ഇവിടെ നമ്മൾ ആൻസർക്ക് എത്തിക്കുന്നില്ല, അപ്പോൾ നമ്മൾ എത്തുന്നില്ല ആൻസറിൽ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് tan pi by 4, tan pi by 4 അതായത് നമുക്ക് 45 കിട്ടും. 180 divided by 4, 4 4 16, 20 ൽ 5 4 20. സോ tan 45 ന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആണ്, 1 ന് ഈക്വൽ ആണ്. സോ ഈ 1 ന് പകരം നമുക്ക് tan 45 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ്, ഈ 1 എന്താണ്, tan 45 tan pi by 4 minus tan x divided by 1 ന് പകരം നമ്മൾ 1 തന്നെ കൊടുത്തോളൂ. tan x എന്നുള്ളത് 1 into tan x അല്ലേ, tan x. ഈ tan x എന്ന് പറഞ്ഞാൽ 1 into tan x ആണ്. 1 ന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, tan pi by 4. സോ ഇറ്റ് ഈസ് tan pi by 4 into tan x. എന്താണ് ചെയ്തത്, ഈ 1 കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിൽ 1 ന് പകരം tan pi by 4 എന്ന് കൊടുത്തു. ഡിനോമിനേറ്ററിൽ 1 ന് പകരം നമ്മൾ ചെയ്യുന്നില്ല. 1 plus tan x എന്നുള്ളത് 1 into tan x ആണ്. 1 into tan x ആണ് tan x. ആ 1 ന് പകരം ചെയ്തു tan pi by 4 into tan x എന്ന് കൊടുത്തു. ഇതിപ്പോ ഏത് മോഡലായി, tan a minus tan b divided by 1 plus tan a tan b. അത് എന്താ സാധനം, tan a minus b അല്ലേ. tan a minus tan b divided by 1 plus tan a tan b എന്തിന് ഈക്വൽ ആണ്, tan a minus b ക്ക് ഈക്വൽ ആണ്. സോ യു വിൽ ഗെറ്റ് tan a minus b. a ക്ക് പകരം എന്താ ഉള്ളത്, pi by 4. ഇതാണ് a ക്ക് പകരം ഉള്ളത്, b ക്ക് പകരം എന്താ ഉള്ളത്, x. സോ യു വിൽ ഗെറ്റ് tan inverse tan pi by 4 minus x. ഞാൻ നിങ്ങളോട് പറഞ്ഞു tan inverse tan theta എന്താണ്, theta. സോ tan inverse tan pi by 4 minus x എന്തിന് ഈക്വൽ ആയിരിക്കും, pi by 4 minus x എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ ചെയ്തത്, ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. പ്രധാനമായിട്ടും tan a minus b എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്, tan a minus tan b divided by 1 plus tan a tan b. അടുത്തത് tan 45 ന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. സോ ഈ ന്യൂമറേറ്ററിൽ 1 ന് പകരം tan pi by 4 എന്ന് എഴുതും. ഡിനോമിനേറ്ററിൽ 1 plus tan x ന് പകരം 1 plus tan pi by 4 into tan x എന്ന് എഴുതും. സോ യു വിൽ ഗെറ്റ് pi by 4 minus x of the square.